മെറ്റ ക്വസ്റ്റ് 3യുടെ റിവ്യൂ ആണ്. വാങ്ങിയേക്കുന്നത് നൂണിന്നാണ്, നൂൺ മിനിറ്റ്സ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഓൾമോസ്റ്റ് 2200 ദർഹംസായി. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. 15 മിനിറ്റിൽ എനിക്ക് ഡെലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ഒക്കെയാണ്. ഇനി അത് പൊട്ടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട് എനിക്ക്. അത് നമുക്കൊന്ന് നോക്കാം. കണ്ടിട്ട് ഇത് പൊട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. രണ്ട് സൈഡിലും ഓരോ പേപ്പറുണ്ട് കീറാനായിട്ട്. കൊള്ളാം, സേഫ്റ്റിയൊക്കെ കൊള്ളാം. അങ്ങനെ നമ്മൾ തുറന്നിരിക്കുകയാണ്. ഇതാണ് മെറ്റ ക്വസ്റ്റ് 3. യെസ്, ജെന്യൂൻ പ്രോഡക്റ്റാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അതിന് 2 കൺട്രോളേഴ്സ് ഉണ്ട്. 1 2 കൺട്രോളേഴ്സ്, പിന്നെ നമ്മുടെ ഐറ്റം. അത്യാവശ്യം ഭാരമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഉൾഭാഗം. എന്താ ഇത്, കണ്ടിട്ട് തന്നെ മനസ്സിലാകുന്നില്ലല്ലോ. തുറന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചാർജറും കിടാപ്പൊക്കെ തന്നെ. ഇതാ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന അതിൻ്റെ ചാർജർ. ഇത്രയാണ് നമുക്ക് അതിൻ്റെ ബോക്സിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ. പിന്നെ ഇത് നോക്കുമ്പോൾ ഇതിന് ഒരു ക്യാമറ ഒന്നല്ല, 2 3 4 5 6 ക്യാമറയും ഇവിടെ ചാർജിങ്ങിൻ്റെ പോർട്ടാണെന്ന് തോന്നുന്നു ഇത്. പിന്നെ ഇത് സ്ക്രോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു വീലാണെന്ന് തോന്നുന്നു. അത് മേ ബി ഇതൊക്കെ സെൻസേഴ്സ് ആയിരിക്കാം. ഇത് വേറെ ഒരു സെറ്റ് ഓഫ് ബട്ടൺസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ എൻ്റെ സ്പീക്കറുകളായിരിക്കും, മേ ബി ആയിരിക്കാം. അത് കണ്ടിട്ടില്ലപ്പോൾ എന്താ സാധനമാണ്. എൻ്റെ മുകളിലങ്ങും ഒന്നുമില്ല. ഇവിടെ മെറ്റയുടെ ഒരു അടയാളമുണ്ട്. പിന്നെ ഇവിടെ റിമൂവ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ബാറ്ററീസ് കണക്ട് ചെയ്യാനായിട്ടുള്ള സാധനം ഇത് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. വലിച്ചാലൊന്നും വരത്തില്ല എന്നാവുന്നു. അയ്യോ, വലിയ പാടാ. ജോയ്സ്റ്റിക്കിൽ വന്നിട്ട് 1 2, പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള ബട്ടൺസ് 2 എണ്ണം, പിന്നെ അല്ലാതെ മൂവ് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ്. വളരെ സോഫ്റ്റാണ് സംഭവം, യൂസ് ചെയ്യാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിന് ബാറ്ററി ഇടുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, കാണുന്നില്ല? ഈ സ്വിച്ചിൽ നമ്മൾ ഞെക്കുമ്പോൾ ഓപ്പണായി. ഇതാണ് അതിൻ്റെ ബാറ്ററി. നോർമൽ AA ബാറ്ററി ആണെന്ന് തോന്നുന്നു. റീചാർജബിളൊന്നും ആവാൻ സാധ്യതയില്ല. അതൊന്നും അറിയത്തില്ല, അതൊന്ന് നോക്കണം. ഇതൊക്കെ വളരെ സോഫ്റ്റാട്ടോ സംഭവം, വളരെ സോഫ്റ്റാണ്. എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു, നമ്മളെ മുടിയിൽ കയറി പിടിക്കുമോ കുരുങ്ങുമോ എന്നൊക്കെ ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്, തുണിയാണ്. പക്ഷേ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവ നല്ല രീതിക്ക് അഴുക്ക് പറ്റാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ വെള്ള കളറൊക്കെ ആകുമ്പോഴത്തേക്ക് അഴുക്ക് പറ്റാൻ നല്ല ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് സംഭവം. അത് ഇളക്കി മാറ്റാനുള്ള പരിപാടി നോക്കട്ടെ. ആഹാ, എൻ്റെ ഡൗട്ട് എന്താ വെച്ചാൽ ഞാൻ കണ്ണാടി വയ്ക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്യാൻ ഒക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. യെസ്, അപ്പോൾ അതും ഇടയ്ക്കിരിക്കുകയാണ്. ഇത് വെച്ച് നോക്കണം. വെച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ എനിക്ക് വലിയ പാടായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് ഞാൻ കാണുന്നത് എന്തുവാന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം വലിയ പാടായിരിക്കും. കാര്യം ഇതാണെന്ന് തോന്നുന്നു ഇവനെ ഓണാക്കുന്ന ബട്ടൺ, നമുക്കറിയത്തില്ല. ട്രൈ നോക്കാം. ഒക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിലൊരു തിയേറ്ററുള്ള ഫീലിംഗാണ് ശരിക്കും. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോൾ എനിക്ക് കാണുന്നത് എൻ്റെ മുന്നിലൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയും പക്ഷേ ആ വിൻഡോയുടെ നടുക്കൊരു സ്ക്രീനുമാണ് കാണുന്നത്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി നേരം മുഖത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ച് ടഫായിരിക്കും. ഇതിന് നല്ല വെയിറ്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിന് കുറച്ച്, ഇപ്പം ഞാനിത് വെച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല, കുറച്ചൊരു ടൈറ്റായിട്ടാണ് സംഭവിക്കുന്നത്. ഇതിന് പുറകിൽ നമുക്ക് ഇതിനെ ലൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് താഴോട്ട് ഇറങ്ങി വരുന്നുവെന്ന് നമുക്ക് തോന്നും. ഇതെനിക്ക് തോന്നുന്നൊരു മേ ബി ഒരു 1 hour
ഒരു 1 hourലേക്കൊക്കെ കൊള്ളായിരിക്കും. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 3 hours ഇതും വെച്ച് ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. പക്ഷേ സംഭവം കുഴപ്പമില്ല. പിന്നെ ട്രാൻസ്പെറൻസി മോഡെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ സ്ക്രീൻ കാണാനൊക്കും, പക്ഷേ അതിൻ്റെ 4 ചുറ്റും ഞാൻ കാണുന്നത് എൻ്റെ റൂം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ക്യാമറാസ് വഴി ഞാൻ അത് കാണുന്നത്, എനിക്ക് അതിൻ്റെ സൈഡും താഴെയൊക്കെ കാണാനൊക്കും. പക്ഷേ നമുക്ക് അത് ക്യാമറ വഴി കാണുക എന്നുള്ള ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഗ്രെയിൻസ് പോലെ നമുക്ക് അതിനകത്ത് നോയ്സ് പോലെ കാണാനൊക്കും നമുക്കതിനകത്ത്. ആപ്പിൾ വിഷൻ പ്രോ ആകുമ്പോഴത്തേക്ക് ആപ്പിൾ വിഷൻ പ്രോ ആകുമ്പോഴത്തേക്ക് പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആപ്പിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആപ്പിളിൻ്റെ പ്രത്യേകതയല്ല, അതിൻ്റെ ഡിമാർട്ട് എന്താണെന്ന് വെച്ചാൽ ആപ്പിളിന് ഇതിനെക്കാട്ടിയും 4 times വില കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വന്നിട്ട് 2200 ദിർഹംസ്, മെയിൻലി ലൈക്ക് ഇന്ത്യൻ റുപ്പീസിലൊരു 55,000 രൂപ വരെ വരുമ്പോഴത്തേക്ക് ആപ്പിളിന് വന്നിട്ട് 12,000 ദിർഹംസ്, 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോവും. അത് മാത്രമല്ല, UAE ആപ്പിളിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാനില്ല. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, UAE ആപ്പിളിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാനേ ഇല്ല. ഞാൻ കണ്ണാടി വെച്ചിട്ടാണ് ഈ സംഭവം വെച്ചേക്കുന്നത്. ഞാൻ അത് തുറന്ന് കാണിക്കാം. എൻ്റെ കണ്ണാടി എൻ്റെ കൂടെ ഊരി വരുമോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ഇത് നമ്മൾ തുറക്കും, അതിൻ്റെ പുറകിൽ നിന്ന് വേണം തുറക്കാൻ. യെസ്. അപ്പോൾ അതാണ് ആ മുടിയൊക്കെ കറണ്ടടിച്ച പോലെ ഇരിക്കും, പക്ഷെ കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താ കാണുന്നത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഉള്ളിൽ ഞാൻ ഇപ്പോൾ കാണുന്ന ഇതുണ്ടോ, ഉള്ളിലിപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സെറ്റപ്പ് ഇതാണ്. ഇപ്പോൾ എനിക്കെൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് 4 ചുറ്റും കാണാനൊക്കും. അതിപ്പം ഞാൻ മൊബൈൽ ഫോൺ വെച്ച് എടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലിക്കറിങ് നടുക്കൂടെ ഒരു വരയൊക്കെ കാണുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. വളരെ ക്ലീനായിട്ട് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഞാൻ പുറത്തോട്ടൊക്കെ നോക്കും. ഇപ്പോൾ നല്ല സൂര്യപ്രകാശത്തിലൂടെ ഞാൻ നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ ദുബായിൽ 50 ഡിഗ്രി ചൂടുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ നല്ല കിടിലം വെയിലുമുണ്ട്. അപ്പോൾ നല്ല സൂര്യപ്രകാശത്തിൽ ഞാൻ നോക്കിയിട്ടും എനിക്ക് കാണാറുണ്ട്. ഈ നടുക്കുള്ള വരകൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യണേ, അത് ഞാൻ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുന്നില്ല, എൻ്റെ ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴാണ് ഇത് അങ്ങനെ. അപ്പോൾ ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കപ്പോൾ ഇതിൽ തോന്നിയ ഫിസിക്കലി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രെയിനുണ്ട്. ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്ന ആളാണ്, അപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു സ്ട്രെയിൻ തോന്നുന്നുണ്ട്. ഇത് 3 മണിക്കൂർ ഒരു മൂവിയൊക്കെ കാണാനായിട്ട് വെക്കുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുപോലൊരു സംഭവം കണ്ടിട്ടില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. എന്താ പറയുന്നത്, ഫോണും അല്ല, പറയുന്ന പോലെ TV അല്ല. ഇപ്പോൾ എൻ്റെ മുന്നിൽ എനിക്ക് തോന്നുന്നൊരു 50 100 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ കാണുന്ന പോലുള്ളൊരു ഫീലിംഗ് എനിക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്നുള്ളൊരു ഡിമാർട്ട് ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൊള്ളാം. ക്യാമറയ്ക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം. എവറിത്തിങ് എൽസ് ഈസ് ഗുഡ്. Quest 3യുടെ എൻ്റെ റിവ്യൂ ഒരു 10 8 മാർക്ക് ഞാൻ കൊടുക്കും. ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ കുറേ സമയം ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറയുന്നുണ്ട്. കാര്യം ആപ്പിൾ വിഷൻ പ്രോ എടുക്കാനായിരുന്നു ആഗ്രഹം, പക്ഷേ അതിൻ്റെ അപാരമായ കാശും അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടുമാണ് ആ സാധനം എടുക്കാതെ ഇത് പോയി മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആപ്പിൾ വിഷൻ പ്രോ എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് മെറ്റാ ക്വസ്റ്റ് ആണ്. മെറ്റാ ക്വസ്റ്റിൻ്റെ 3 എന്ന് പറയുന്ന 3ാമത്തെ വെർഷനാണ്, അല്ലാതെ ആപ്പിൾ വിഷൻ പ്രോ അല്ല. ആപ്പിൾ വിഷൻ പ്രോ മേടിക്കാൻ കാശാകുമ്പോൾ നമ്മൾ അത് മേടിച്ച് റിവ്യൂ ചെയ്യുന്നതായിരിക്കും.